പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ ടോബി എന്നൊരു ആമ ഉണ്ടായിരുന്നു. വേഗം കുറഞ്ഞതും എളിമയുള്ളതുമായ ജീവിതത്തിന് ടോബി അറിയപ്പെട്ടിരുന്നു. അവൻ വെയിലത്ത് കുളിച്ചും പുതിയ പച്ച ഇലകൾ നക്കിയും ദിവസങ്ങൾ ചിലവഴിച്ചു. എന്നാൽ ലളിതമായ ജീവിതത്തിനിടയിലും ടോബിക്ക് പലപ്പോഴും അതൃപ്തി അനുഭവപ്പെട്ടു. കാട്ടിലെ മറ്റ് മൃഗങ്ങളെ നോക്കി അവർ എന്നേക്കാൾ സന്തോഷവാനായിരിക്കണമെന്ന് അവൻ എപ്പോഴും വിചാരിക്കും. സൂര്യപ്രകാശമുള്ള ഒരു സുപ്രഭാതത്തിൽ ടോബി തൻ്റെ പ്രിയപ്പെട്ട സൺബാത്ത് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കൂട്ടം മുയലുകൾ ചിരിക്കുന്നതും കളിക്കുന്നതും അവൻ കേട്ടു. ടോബി ഭാരപ്പെട്ട ഹൃദയത്തോടെ അവരെ നോക്കി നിന്നു. അവരെ നോക്കൂ, അവൻ ചിന്തിച്ചു. അവ വളരെ വേഗതയുള്ളതും കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ്. കാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള മൃഗങ്ങളായിരിക്കണം അവർ. ചിന്തകളിൽ മുഴുകിയ ടോബി താൻ ഒരു പൂമ്പാറ്റയിലേക്ക് അലഞ്ഞത് ശ്രദ്ധിച്ചില്ല. പെട്ടെന്നൊരു ശബ്ദം അവനെ ഞെട്ടിച്ചു. നല്ല ദിനം ടോബി, നീ എന്തിനാണ് ഇത്ര മന്ദബുദ്ധിയായി കാണപ്പെടുന്നത്? അത് ഒലിവർ എന്ന ബുദ്ധിമാനായ മോങ്ങയാണ്, മുകളിലെ ഒരു മരക്കൊമ്പിൽ. ടോബി നെടുവീർപ്പിട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ ഒലിവർ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതൃപ്തി തോന്നാതിരിക്കാൻ കഴിയില്ല. ഞാൻ വളരെ മന്ദബുദ്ധിയാണ്. മുയലുകളെപ്പോലെ ഞാനുമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവ വളരെ സന്തുഷ്ടരും അശ്രദ്ധരുമായി തോന്നുന്നു. ഒലിവറിൻ്റെ കണ്ണുകൾ ജ്ഞാനത്താൽ തിളങ്ങി. എൻ്റെ പ്രിയപ്പെട്ട ടോബി, മറ്റാരെങ്കിലും ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താനാവില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കാം. മുയലുകളോട് പോയി ശരിക്കും നിങ്ങൾ സന്തോഷവാനാണോ എന്ന് ചോദിക്കുക. പുത്തൻ പ്രതീക്ഷയോടെ ടോബി മുയലുകളിലേക്ക് വഴിമാറി. അവൻ അവരെ ഒരു മാളത്തിന് സമീപം കണ്ടെത്തി. ചിരിച്ചും ചാടിയും ഹലോ മുയലുകളെ ടോബി വിളിച്ചു. നിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും സംതൃപ്തനാണോ? മുയലുകളിലൊന്നായ റൂബി ചാടിക്കയറി പറഞ്ഞു. ഹലോ ടോബി, ഞങ്ങളുടെ കളികൾ ഞങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ആശങ്കകളില്ലാതെയല്ല. വേട്ടക്കാരെ ഭയന്ന് ഞങ്ങൾ എപ്പോഴും ജാഗ്രതയിലാണ്. അപകടം എപ്പോഴും പതിയിരിക്കുന്ന സമയത്ത് വിശ്രമിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അണ്ണാൻ കൂടുതൽ സന്തുഷ്ടനായിരിക്കാം. അവ വേഗമേറിയതും ചടുലവുമാണ്. മാത്രമല്ല അവ പല വേട്ടക്കാരിൽ നിന്നും സുരക്ഷിതമായി മരങ്ങളിൽ താമസിക്കുന്നു. ടോബി റൂബിക്ക് നന്ദി പറഞ്ഞു. അണ്ണാന്മാരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവർ കൊമ്പുകളിൽ നിന്ന് ശാഖകളിലേക്ക് കുതിക്കുന്നത് അവൻ കണ്ടു. അവരുടെ കുറ്റിച്ചെടി വാലുകൾ ആവേശത്താൽ ഇഴയുന്നു. ഹലോ അണ്ണാൻ, ടോബി വിളിച്ചു. നിങ്ങൾ വളരെ ചടുലവും ഊർജ്ജസ്വലവുമായി കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവാനാണോ? സാമി എന്ന ഇളം അണ്ണാൻ മരത്തിൽ നിന്ന് ഓടിക്കയറി പറഞ്ഞു. ഹായ് ടോബി, ഞങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷേ എല്ലാം എളുപ്പമല്ല. ഞങ്ങൾ നിരന്തരം ശൈത്യകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. കാരണം ലേക്കുള്ള വിശ്രമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പക്ഷികൾ ഏറ്റവും സന്തുഷ്ടരായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. കൗതുകത്തോടെ ടോബി പക്ഷികളെ കണ്ടെത്താൻ പുറപ്പെട്ടു. ഒരു മരക്കൊമ്പിൽ ഒരു കൂട്ടം കുരുവികൾ ശ്രുതിമധുരമായി പാടുന്നത് അവൻ കണ്ടു. ഹലോ കുരുവികൾ, ടോബി അവരെ അഭിവാദ്യം ചെയ്തു. നിങ്ങളുടെ പാട്ടുകൾ വളരെ മനോഹരമാണ്. നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കണം. കുരുവികളിൽ ഒന്നായ സാറ പറന്നു ചെന്ന് മറുപടി പറഞ്ഞു. ഹലോ ടോബി, ഞങ്ങൾ പാടാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതം വെല്ലുവിളികൾ ഇല്ലാത്തതല്ല. നിങ്ങൾ വളരെ ദൂരത്തേക്ക് കുടിയേറുകയും കഠിനമായ കാലാവസ്ഥയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എപ്പോഴും യാത്രയിലാണ്. അപൂർവമായി പരസ്പരം കണ്ടുമുട്ടുന്നു. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഈ മാനുകൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കാം. സന്തോഷത്തിൻ്റെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ച ടോബി മാനുകളുടെ അടുത്തേക്ക് പോയി. ഒരു പുൽമേട്ടിൽ സമാധാനപരമായി മേയുന്നത് അവൻ കണ്ടു. ടോബി വിളിച്ചു. നിങ്ങൾ വളരെ ശാന്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ? സൗമ്യനായ മാൻ ടോബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഹലോ ടോബി, ഞങ്ങൾ സമാധാനപരമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ വേട്ടക്കാരെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഭയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നു, ഒരുപക്ഷെ നിങ്ങളെപ്പോലെ സാവധാനത്തിലും സ്ഥിരതയും ജീവിക്കുന്ന
ഒരു ആമയായിരിക്കണം ഏറ്റവും സന്തോഷമുള്ളത്. ടോബി ഞെട്ടിപ്പോയി. ഞാനോ സന്തോഷമോ? അവൻ വിചാരിച്ചു. ഞാൻ വളരെ സാവധാനത്തിലുള്ള ആമയാണ്. അവനൊരു പുതിയ കാഴ്ചപ്പാടോടെ ബുദ്ധിമാനായ പഴയ മൂങ്ങ ഒലിവറിലേക്ക് മടങ്ങി. ഒലിവർ, ഞാൻ മുയലുകളോടും അണ്ണാനുകളോടും പക്ഷികളോടും മാനുകളോടും സംസാരിച്ചു. അവയ്ക്കെല്ലാം അവരുടേതായ പോരാട്ടങ്ങളും ഭയങ്ങളുമുണ്ട്. ഒരു സാധാരണ ആമയായ ഞാനായിരിക്കും ഏറ്റവും സന്തോഷവതിയെന്ന് ചിലർ കരുതുന്നു. അറിഞ്ഞുകൊണ്ട് ഒലിവർ ചിരിച്ചു. നിങ്ങൾ കാണുന്നു ടോബി, ഓരോ ജീവിക്കും അതിൻ്റേതായ വെല്ലുവിളികളും അനുഗ്രഹങ്ങളുമുണ്ട്. സന്തോഷം എന്നത് മറ്റാരെങ്കിലും ആയിരിക്കുന്നതിലല്ല, നിങ്ങളുടെ ഉള്ളതിനെ വിലമതിക്കുകയും സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ്. ടോബിക്ക് ആദ്യമായി ഒരു സമാധാനം തോന്നി. കാടിൻ്റെ ഭംഗി കാണാനും പുതിയ ഇലകളുടെ രുചി നുകരാനും വെയിലിൻ്റെ കുളിർമയിൽ തിരക്കില്ലാതെ കുളിർക്കാനും തൻ്റെ മെല്ലപ്പോക്ക് അവനെ അനുവദിച്ചുവെന്ന് അവൻ മനസ്സിലാക്കി. അന്നു മുതൽ ടോബി തൻ്റെ ജീവിതം ആമയായി സ്വീകരിച്ചു. ഇനി മറ്റാരുമാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സ്വന്തം ഷെല്ലിൽ സംതൃപ്തി കണ്ടെത്തുകയും തൻ്റെ ജീവിതം വാഗ്ദാനം ചെയ്ത അതുല്യമായ അനുഭവങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനാൽ ടോബി സന്തോഷത്തോടെ ജീവിച്ചു. യഥാർത്ഥ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ നിന്നല്ല. If you love to watch this video, you can like, share and subscribe.